അമൃത വിഷ്ണു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോട്ടസ് പോണ്ട് വോൾ ഡെക്കോർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഈ ഇടയായി കുറച്ച് ട്രെൻഡ് ആയതായിരുന്നു റെസിൻ ലോട്ടസ് പോണ്ട്. പക്ഷെ ഞാൻ ഇവിടെ റെസിൻ യൂസ് ചെയ്യാതെയാണ് ലോട്ടസ് പോണ്ട് ചെയ്തത്. അതിനായി പോണ്ടിലെ ബേസ് ചെയ്യാൻ എടുത്തത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്ത് മോശമായ ഒരു ഫൈബർ പ്ലേറ്റ് ആണ്. ആ താമരക്കുളത്തിന്റെ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി അക്രിലിക് സബ് ഗ്രീൻ, അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ് മിന്റ് ഗ്രീൻ പല പല ലേയേഴ്സ് ആയി ചെയ്തിട്ടാണ് ആ ഒരു പോണ്ടിന്റെ ഷെയ്ഡിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഞാൻ റെസിൻ യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു വാട്ടർ എഫക്ട് കിട്ടാൻ വേണ്ടി പോളിത്തീൻ വ്രാപ്പ് കൊടുത്ത് ആ പ്ലേറ്റിന്റെ മുകൾ ഭാഗം കവർ ചെയ്തു. അടുത്തത് നമ്മുടെ ലോട്ടസ് ലീഫ് ഉണ്ടാക്കിയത് ക്ലേ യൂസ് ചെയ്താണ്. ലീഫിന്റെ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ക്ലേയുടെ പുറത്ത് ഒരു ക്യാപ്പ് വെച്ച് ഷേപ്പ് ചെയ്ത ശേഷം അത് കട്ട് ചെയ്തു. പിന്നെ ഇലയുടെ ആ ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി താഴെ ഭാഗത്തായി ചെറിയൊരു കട്ട് കൊടുത്തു. ഇലയിൽ ആ ഒരു ലൈൻസ് ചുറ്റും കൊടുത്തു. പിന്നെ കളേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ, യെല്ലോ ഒക്കെ മിക്സ് ചെയ്താണ് ഇല ഓക്കെ ആക്കി. അതിനുശേഷം ഒരു കൊച്ചു വള്ളം ഉണ്ടാക്കി. അതും ക്ലേയിലാണ് കേട്ടോ ചെയ്തത്. അവിടെ ഒരു ബ്ലൂ കളർ ക്ലേ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഷേപ്പ് ഉണ്ടാക്കിയ ശേഷം ആ ഒരു തോണിയുടെ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് ലോട്ടസ് ഫ്ലവർ ചെയ്തത് ഒരു പേപ്പർ ടേപ്പിലായിരുന്നു. പേപ്പർ ടേപ്പ് നീളത്തിൽ എടുത്ത് കട്ട് ചെയ്ത ശേഷം ഇരുവശങ്ങളും മടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത ശേഷം ലോട്ടസിലെ ഇതളിന്റെ ഷേപ്പിൽ കട്ട് ചെയ്യണം. പേപ്പർ ടേപ്പിൽ കിട്ടിയ പൂക്ക് ലോട്ടസിന്റെ കളർ കൊടുത്ത് ഷെയ്ഡ് ചെയ്യണം. അവസാനം പോണ്ടിന്റെ സൈഡിൽ ഒരു ബോൾ പോലെ നമ്മുടെ അക്വേറിയം പെബിൾസ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തു. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഇത് പേസ്റ്റ് ചെയ്തത്. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ലീഫ്, ലോട്ടസ്, വെള്ളം ഇതെല്ലാം ആ ബേസിലേക്ക് പേസ്റ്റ് ചെയ്യണം. റെസിൻ യൂസ് ചെയ്യാതെയാണ് ലോട്ടസ് പോണ്ട് ചെയ്തെങ്കിലും ഏകദേശം നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു റെസിൻ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ഓൾ.